ഒരു സർവീസിന് ചെന്നാലും നമുക്ക് കംഫർട്ട് ആയിട്ട് ഭാരത് ബെൻസിന്റെ ഷോറൂമിൽ അത്യാവശ്യം നമുക്ക് ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്. അത് ട്രിവാൻഡ്രം നമ്മുടെ മുന്നേ ചെയ്തിട്ട് ആഗ്നയുടെ വണ്ടി ഇപ്പൊ അത് ലിയാസ് ആയിട്ട് ഓടുന്നു. ആ വണ്ടികളൊക്കെ നമ്മൾ സർവീസിന് വന്നാൽ നമുക്ക് അത്രയും പക്കയായിട്ടാണ് നമുക്ക് സർവീസ് ചെയ്തു തരുന്നത്. അപ്പൊ നമുക്ക് എന്തോ സർവീസ് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ബാക്കി ആൾക്കാരെ കേൾക്കേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ പറയുന്ന വില കൂടുന്നതിനനുസരിച്ച് സാധനത്തിന്റെ ക്വാളിറ്റി വന്നു. വില ഇത്രയും കൊടുക്കാനില്ലാത്തവർക്ക് വേറെ എടുക്കാം. അത്ര സൗകര്യങ്ങളും അനുസരിച്ച് വില കൂടും. വില കുറയുന്ന ആൾക്കാർക്ക് വില കുറഞ്ഞെടുക്കാം. പക്ഷെ നമുക്ക് അത്രയും ഭാരത് ബെൻസ് പ്രിയപ്പെട്ടതാണ്. നമ്മളെടുത്ത് വണ്ടി ഓടുന്നുണ്ട്, നമ്മൾ ഓടിക്കുന്നുണ്ട്, നമ്മൾ ഓടിക്കുന്നുണ്ട്, നമുക്ക് ഓക്കെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുവരെ സർവീസ് ഒക്കെ പക്കയാണ്. എല്ലാ കാര്യങ്ങളും ആണ്. അത് തിരുവനന്തപുരത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സർവീസ് സെന്ററിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുന്ന കമ്പനിയായിട്ട് ഇഷ്യൂ ആയി, എന്തെങ്കിലും ഇഷ്യൂ ചെറിയ വിഷയമായിട്ട് പറയുന്നത്. അതെ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കേണ്ട. ഇത് കൂളന്റിന്റെ ഇതാണ് വരുന്നത്. ഇത് 13.5 മീറ്ററിൽ വരുന്ന വണ്ടിയാണ്. 6 വീലാണ്. 6 വീല് ഓട്ടോമാറ്റിക് ആണ്. ആ പുള്ളിക്കാരന് ഭാരത് ബെൻസിന്റെ വണ്ടിയായിട്ട് എന്തോ ഒരു കലിപ്പുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. പുള്ളിക്കാരൻ പറയുന്നത് വില കൂടുതലാണ്, കൊള്ളത്തില്ല, ഓൾ ഇന്ത്യയിൽ ആരും വാങ്ങല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു അഭിപ്രായം വെച്ച് വില കൂടുതലാണ്, അതെല്ലാവർക്കും അറിയാം. പൈസ ഉള്ളവർ സൗകര്യം നോക്കി ഭാരത് ബെൻസ് മികച്ച കാര്യങ്ങൾ ഭാരത് ബെൻസ് നൽകും. വോൾവോക്ക് വില കൂടുതലാണെന്ന് വിചാരിച്ചാൽ ആരും വോൾവോ വാങ്ങിക്കാതിരിക്കുന്നില്ല. അതിനനുസരിച്ച് ഇനിയുള്ള കാലത്ത് ഫെസിലിറ്റീസ് കൂടുന്നതിനനുസരിച്ച് സാധനത്തിന് വില കൂടും. ഓരോരുത്തരും ഓരോ അഡ്വഞ്ചർ കൊണ്ടുവരുമ്പോ അതിനനുസരിച്ചുള്ള വില കൂടും. നമുക്ക് ഭാരത് ബെൻസ് കംഫർട്ടാണ്. നമ്മൾ ഓടിച്ചിട്ടുണ്ട്, നമ്മൾ അതിന്റെ സർവീസിന് പോയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൊണ്ടും നമുക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളും പറ്റിയിട്ടില്ല. സർവീസ് പക്കയാണ്. ട്രിവാൻഡ്രം തോന്നക്കലിലുള്ള സർവീസ് സെന്ററിൽ നമുക്ക് ഇതുവരെ പക്കയായിട്ട് സർവീസ് കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നല്ല, ഏകദേശം കേരളത്തിലുള്ള എല്ലാ സർവീസ് സെന്ററുകളിലും വിളിച്ചാൽ 24 മണിക്കൂറിന് ഉള്ളിൽ 24 മണിക്കൂറും ഫോൺ എടുക്കുന്ന ഒരു ഡീലർഷിപ്പ് ഭാരത് ബെൻസേ ഉള്ളൂ. ഓട്ടോമാൻ ട്രക്കിംഗ് അത് വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആള് വരും, സർവീസിന് ആള് വരുന്നുണ്ട്. ഇതുവരെ വരുന്നുണ്ട്. ഇനിയുള്ള കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ശരിക്കും നമുക്ക് ആ ഡ്രൈവർ സീറ്റിലോട്ട് കയറാൻ പറ്റുന്നില്ല. അവരെ ബ്ലോക്ക് ചെയ്തേക്കുവാ. എന്താ സംഭവം? അവരായിട്ട് ഒന്ന് വാക്ക് തർക്കം. പുള്ളിക്കാരൻ എന്തെങ്കിലും വിഷയം കാണും. ഓരോരുത്തരെ സിംഗിൾ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇതുവരെ ആരെങ്കിലും ഒരു ഡ്രൈവറെ കംപ്ലൈന്റ് പറഞ്ഞതായിട്ടോ എവിടെയെങ്കിലും വിഷയങ്ങൾ ഉണ്ടായതായിട്ടോ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ചില സാഹചര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നല്ലാതെ നമ്മൾ ഉപയോഗിച്ചതിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല.